നിങ്ങൾ കേട്ട് കാണും. അതായത് തിരുവനന്തപുരത്ത് BJP-യുടെ ആസ്ഥാന മന്ദിരത്തിൽ അവർ CM-ന് വേണ്ടി, അതായത് കേരളം ഭരിക്കുന്ന ചീഫ് മിനിസ്റ്ററിന് വേണ്ടി, BJP-യുടെ ചീഫ് മിനിസ്റ്ററിന് വേണ്ടി അവരൊരു ഓഫീസ് റൂം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഒരു തമാശ രൂപേണയാണ് ഇത് എടുത്തിട്ടുള്ളത്. പല മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാം ഇതിനെ ഒരു തമാശ രൂപേണയാണ് ഇത് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ BJP-ക്കായിട്ട് തന്നെ സ്വന്തമായിട്ട് ഒരു മുഖ്യമന്ത്രി ഓഫീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ദൂരം സഞ്ചരിക്കുന്നതായിരിക്കും സാർ അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ? എത്ര നാളായിട്ട് അവർ ഈ നാട്ടിൽ വടക്കേ ഇന്ത്യ മുഴുവൻ നടക്കുന്നവര് അവരിവിടെയും നടക്കുന്നുണ്ടല്ലേ. ഇത്രയും നാളും കൂടെ ഈ കേന്ദ്ര ഗവൺമെന്റിൽ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമുള്ള ഒരു ബലം മാത്രമാണ് അവർക്കുള്ളത്. സത്യത്തിൽ ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് കേരളം ഒരിക്കലും BJP ഭരിക്കില്ല, അത് അവരുടെ ഒരു തെറ്റായ ധാരണയാണ്. അതായത് ഇന്ത്യയുടെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ചിലപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നിരിക്കും, പക്ഷെ കേരളം ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു നറേറ്റീവാണ് ഇദ്ദേഹവും കൊടുക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അതായത് അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അതായത് ഞങ്ങൾ കേരളം പിടിക്കും, ഞങ്ങൾ കേരളം ഭരിക്കും, ഞങ്ങളുടെ CM ആയിരിക്കും കേരളം ഭരിക്കുന്നത്, ഞങ്ങളൊരു മന്ത്രിസഭ തന്നെ രൂപീകരിക്കും എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് വികസനത്തിന്റെ പുറത്താണ്. അതായത് ഡെവലപ്മെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അവർക്ക് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അതിൽ അധിഷ്ഠിതമാണ് അവരുടെ ഭരണവും കാര്യങ്ങളും എല്ലാം. എങ്കിൽ പോലും നമ്മുടെ രാജ്യം വളരണം, അതായത് രാജ്യമാണ് അവർക്ക് പ്രധാനം. രാജ്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യത്തിന്റെ മുഖം ഹിന്ദുത്വ എന്നൊരു ആശയം ആയതുകൊണ്ടാണ് അവരത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഹിന്ദുത്വ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ഡെവലപ്മെന്റ്സും മുന്നോട്ട് വെക്കുന്നത്. അതായത് പ്രൈമറി ആയിട്ട് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് മാത്രമാണ്. ഈ ഡെവലപ്മെന്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നത്, PR വർക്ക് ചെയ്യുന്നത്, എല്ലാം അവർ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാം. നമുക്കിപ്പം അവരുടെ തന്നെ ഒരുപാട് പേജസ് എടുത്ത് കഴിയുമെങ്കിൽ അവർ ഓരോ ഡെവലപ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴും അവരത് കറക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജസും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവരുടെ കാൽച്ചുവട്ടിലും മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ ഒരിക്കലും അറിയുന്നില്ല. അവസാനം അവർ ജയിച്ച് മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് അവർ പറയുന്നത്, അയ്യോ ഇതിവിടെയും സംഭവിച്ചല്ലോ എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യത്തോടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന ഒരൊറ്റ തത്വത്തിന്റെ പുറത്താണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലം പിന്നീട് വരുന്ന കാര്യമാണ്, ആദ്യം പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പുറത്താണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തെ നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ രാജ്യത്തിന്റെ പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു 50% വികസനം പോലും ഇതുവരെ ആയിട്ടില്ല. ഒരു വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർ കൊടുത്തിരിക്കുന്ന ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 2047 ഈ ഒരു രീതി ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BJP എന്ന പാർട്ടിക്ക് കേരളത്തിലേക്ക് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അത് പതിയെ നടക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ അവർ കോൺഫിഡന്റുമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലർക്കും വേണ്ട എന്താണ്, അവർക്ക് സന്തോഷം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. Never it will happen. In Kerala, CPM led LDF and the Congress led UDF have been fighting for a long time. The next election also we will fight. There won't be any relevance for the BJP or Sangha Parivar in the coming parliament election in Kerala. അതായത് BJP ഒരിക്കലും വരില്ല, BJP ഇവിടെ ഭരണം പിടിക്കില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതൊരു സന്തോഷമാണ്. അവരതിൽ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് അവർ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എന്താണ് BJP ഇവിടെ ചെയ്യുന്നത്, എന്താണ് അവരുടെ ഫോക്കസ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചിന്തിക്കേണ്ട, അവർക്ക് അറിയാൻ വേണ്ട. അവർക്ക് ഒരൊറ്റ കാര്യം ഒന്ന് കേട്ടാൽ മതി സന്തോഷവാനായിട്ട്. പക്ഷെ അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ഭരണം പിടിക്കാനായിട്ട്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത്ര ദീർഘവീക്ഷണത്തോടെയാണ് അവർ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അതിന്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം. അത് നമുക്കറിയാം. പഴയ വാർത്ത, അതായത് ആ സമയത്തെ വാർത്താ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ല,
സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന BJPയുടെ വോട്ട് ഷെയർ നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. BJP സ്ലോലി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റൂട്ട്സ് കേരളത്തിൽ വളരെ ശക്തമായി തന്നെ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പലരും ഇവിടെ അറിയുന്നില്ല. എന്ത് തന്നെ ആയാലും BJPയുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും അവർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും വിജയിക്കും എന്ന് തന്നെയാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ രാവും പകലും ഇല്ലാത്ത രീതിയിൽ അവർ ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ 2026 ഇലക്ഷൻ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷേ അപ്പോഴും ഒരു മൊത്തത്തിലൊരു ഭരണം പിടിക്കും എന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ടാണ് അവരോരോ കാര്യങ്ങൾ നീക്കുന്നത്. 2026 പിടിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ഇലക്ഷനിൽ പിടിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവരുടെ രീതിയും. അതുകൊണ്ട് ഇത്തരം സുഖപീര് വർത്തമാനങ്ങൾ കേട്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ടങ്ങ് ഒരു കാര്യമില്ല. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ഓരോരുത്തരും അവരവരുടെ സാഹചര്യം സമയം അനുസരിച്ച് അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും BJPയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം പലരും മനസ്സിലാക്കണം. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന ഒരു അടിസ്ഥാന തത്വത്തിന്റെ പുറത്താണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിജയം കൈവരിക്കുന്നത് വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.